നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. തെറ്റായ പ്രവണതകൾക്ക് മുന്നിൽ CPIM കീഴടങ്ങില്ലെന്ന് MV ഗോവിന്ദൻ. തെറ്റായ ഒന്നിനെയും അംഗീകരിക്കില്ല, അത് കേഡർമാർക്കുൾപ്പെടെ ബാധകം. തെറ്റിനെതിരായ പാർട്ടി നടപടികൾ നിരന്തര പ്രക്രിയയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടപടികൾ ഒരു ദിവസം തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാട്സാപ്പിലൂടെ 21 വയസ്സുകാരിയെ മുത്തലാഖ് ചൊല്ലി യുവാവ്. കാസർഗോഡ് കല്ലുരാവിയിലാണ് സംഭവം. യുവതിയുടെ പിതാവിന്റെ വാട്സാപ്പിലാണ് മുത്തലാഖ് ചൊല്ലിയുള്ള സന്ദേശം ലഭിച്ചത്. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖ് മുത്തലാഖ് സന്ദേശം അയച്ചത് UAE-യിൽ നിന്ന്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതി പറഞ്ഞു. കൂടാതെ 12 ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തെന്ന് യുവതിയുടെ പിതാവും ആരോപിച്ചു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ കുട്ടി മരിച്ചു. ചികിത്സയിലിരിക്കെ മരിച്ചത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ 12:30 മരണം സംഭവിച്ചത്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ അമ്മ ഷമീന. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് മജിസ്ട്രേറ്റിന് മൊഴി നൽകി. കൊല്ലപ്പെട്ട ലത്തീഫും അഫാനും പണത്തിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു. അഫാൻ മോശമായി സംസാരിച്ചെന്ന് ലത്തീഫ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു.